മറ്റൊരു കാര്യം അവർക്ക് വായനക്കുള്ള പ്രോത്സാഹനം നൽകുക എന്നതാണ്. ശുദ്ധ ഖുർആൻ തന്നെ തുടങ്ങുന്നത് നിങ്ങൾ ഇന്ന് നോക്ക്, വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ എടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്ക്, ആത്മാർത്ഥമായിട്ട് ഓരോ മക്കളെയും കാണുമ്പോൾ ചോദിച്ചു നോക്ക്, ഇന്നത്തെ പത്രം വായിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ പത്രം വായിക്കാനുള്ള ശീലം തന്നെ കുട്ടികൾക്ക്. പണ്ട് കാലത്ത് കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ. ആ കുട്ടികൾ പത്രം എടുത്ത് നോക്കുന്ന അവസരത്തിൽ അവര് സ്പോർട്സ് പേജൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. ഇപ്പൊ അത് നോക്കാറില്ല. എല്ലാരും ഈ സ്ക്രീനിന്റെ അഡിക്റ്റുകളാണ്, മാറുകയാണ്. അപ്പൊ വായന എന്ന ഒരു ശീലം അതുണ്ടാക്കിയെടുക്കണം. അത് വളർച്ചയുള്ള വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. വളർച്ച ഏറ്റവും അനിവാര്യമുള്ള കാര്യമാണ്. വായിക്കുന്നതിനനുസരിച്ചാണ് വളരെ കുഞ്ഞുണ്ണി ഭാഷ പറഞ്ഞത്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. അത് ഭൗതികമായ വളർച്ചയാണ്. വണ്ണത്തടിയനായൊക്കെ വളരും, പക്ഷെ വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇന്ന് ആ വളയിലാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വായന എന്നത് പ്രാക്ടീസ് ചെയ്യണം. ഇസ്ലാമികമായ കഥകൾ, ഇസ്ലാമികമായ ചരിത്രങ്ങൾ, ഇസ്ലാമികമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ അവർക്ക് കൊടുത്ത് അത് വായിക്കുകയും അതിന്റെ ഒരു റിവ്യൂ എഴുതിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ മക്കളെ കൊണ്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ വ്യാപൃതരാക്കുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്ക്രീനിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി അവരുടെ താല്പര്യങ്ങൾ മറ്റു പല ഭാഗങ്ങളിലേക്ക് പോകും. അതോടൊപ്പം വളരെയധികം പ്രാധാന്യത്തോടെ ചിട്ടപ്പെടുത്തിയെടുക്കാനുള്ള ഒരു സമയമാണ് ഈ 2 മാസക്കാലം. അത് അവന്റെ ആത്മീയമായ ജീവിതമാണ്. പലപ്പോഴും സ്കൂളിലേക്ക് പോയാൽ രാവിലെ 8 മണിക്ക് 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എത്തുന്നത് എപ്പോഴാണ്? 4, 5 മണി 6 മണിയാകുന്ന സമയത്താണ് അല്ലെ ഡയറി വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷനാണ്, രാത്രിയും ട്യൂഷൻ. പിന്നെ എപ്പോഴാണ് ഇവന് ഈ മദ്രസയിൽ നിന്നൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എവിടെയാണ് നേരം? അപ്പൊ ഈ 2 മാസക്കാലം ലഭിക്കുന്ന അവസരത്തിൽ അവൻ ആത്മീയമായി ഉണർത്താൻ വാപ്പയുടെയും ഉമ്മയുടെയും ഉത്തരവാദിത്തമാണ്. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ആ ഖുർആൻ ഓതുന്ന ഒരു സിസ്റ്റം ഇശാ മഗ്രിബിന്റെ ഇടയിൽ തുടങ്ങാനും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും പറ്റുന്ന സമയമാണ്. ജമാഅത്തിന്റെ കുട്ടികളെ അടക്കം പള്ളിയിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ആലോചിച്ചു, സുബഹ് ജമാഅത്തിനൊക്കെ കുറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പള്ളിയാണ് നമ്മുടെ പള്ളി. പക്ഷെ നമ്മുടെ പള്ളിയിൽ ചെറിയ മക്കൾ ഏകദേശം ഒരു 15-16 കഴിഞ്ഞ് ഒരു 30-ഇടയിലുള്ള എത്ര മക്കൾ ഉണ്ടാവും പരിശോധിച്ചാൽ വളരെ കുറവായിരിക്കും അല്ലെ? എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ആ കുട്ടികളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് അതുകൊണ്ടല്ല, എല്ലാവരും കിടന്നുറങ്ങണം നല്ല സുഖമായിട്ട്. ഒരു വാപ്പാര് പോന്നിട്ടുണ്ട് പള്ളിയിലേക്ക്, ഒരു അപ്പര് സ്വത്തിലുണ്ട്, പക്ഷെ മക്കളൊന്നും നോക്കിയാണ്. അപ്പൊ മക്കളെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ നമുക്ക് പറയാമായിരുന്നു അവന് സ്കൂളുണ്ട് അതുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ പോകാനുള്ളത് കൊണ്ട്